ചില അഭിനേത്രികൾ അങ്ങനെയാണ്. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും അവർ നമ്മുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകില്ല. ലഭിച്ച കഥാപാത്രങ്ങൾ വലുതോ ചെറുതോ എന്നല്ല, അതവർ എങ്ങനെ അഭിനയിച്ചു എന്നതിൽ തന്നെയാണ് കാര്യം. ആ അഭിനയം തന്നെയാണ് വർഷങ്ങൾ കഴിഞ്ഞാലും അവരെ നമ്മൾ ഓർത്തിരിക്കാൻ കാരണമാകുന്നതും. അങ്ങനെയൊരു അഭിനേത്രിയാണ് സുമ ജയറാം. 1980, 90 കാലഘട്ടങ്ങളിൽ മലയാള സിനിമയിൽ സുമ സജീവ സാന്നിധ്യമായിരുന്നു. നമ്മുടെ ദൂരദർശൻ ചാനലിൽ ആ കാലഘട്ടങ്ങളിലെ പരമ്പരകളിലും മറ്റും സുമയെ സ്ഥിരം കാണാമായിരുന്നു. എന്നാൽ 1988 സുമ ബിഗ് സ്ക്രീനിലേക്ക് എത്തുന്നത്. മോഹൻലാൽ നായകനായ ഉത്സവപ്പിറ്റേന്ന് എന്ന ചിത്രത്തിലൂടെയാണ് താരം സിനിമയിൽ എത്തുന്നത്. ചിത്രത്തിലെ മാലതി എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പിന്നീട് 1990 മമ്മൂട്ടി നായകനായി എത്തിയ കുട്ടേട്ടൻ എന്ന ചിത്രത്തിലും താരം എത്തി. കുട്ടേട്ടൻ എന്ന ചിത്രത്തിൽ വളരെ ബോൾഡായുള്ള ഒരു കഥാപാത്രം തന്നെയായിരുന്നു സുമ അവതരിപ്പിച്ചതും. പിന്നീട് 90 കാലഘട്ടത്തിൽ നിരവധി ചിത്രങ്ങളിൽ സപ്പോർട്ടിംഗ് റോളിൽ സുമ എത്തിയിരുന്നു. പക്ഷേ ബിഗ് സ്ക്രീനേക്കാളും സുമയെ മിനി സ്ക്രീൻ പ്രേക്ഷകർക്കാണ് ഏറെ പരിചിതം. എന്നാൽ താരത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു അരുണ എന്നത്. പിന്നീട് സ്ഥലത്തെ പ്രധാന പയ്യൻസ്, മഴയെത്തും മുൻപേ, കന്യാകുമാരിയിലൊരു കവിത, ഏകലവ്യൻ, കാബൂളിവാല, വചനം, പോലീസ് ഡയറി, പോസ്റ്റ് ബോക്സ് നമ്പർ 27, എൻ്റെ സൂര്യപുത്രയ്ക്ക് തുടങ്ങിയവയാണ് സുമ അഭിനയിച്ച 1990കളിലെ ചിത്രങ്ങൾ. പിന്നീട് ഭർത്താവുദ്യോഗം, ഇഷ്ടം, കസ്തൂരിമാൻ തുടങ്ങിയ ചിത്രങ്ങളിലും താരം അഭിനയിച്ചു. ഒരിടവേളയെടുത്ത ശേഷമാണ് ഈ 3 ചിത്രങ്ങളിലേക്കും താരം തിരിച്ചെത്തിയത്. 2013 സുമ ജയറാം വിവാഹിതയായത്. തൻ്റെ കളിക്കൂട്ടുകാരനായ ഫിലിപ്പിനെയാണ് താരം വിവാഹം കഴിച്ചത്. ഒരു സ്വപ്നം സത്യമായ പോലെയായിരുന്നു ഈ വിവാഹം നടന്നതെന്ന് മുൻപൊരിക്കൽ താരം തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്പം താമസിച്ചാണ് സുമയുടെ വിവാഹം നടന്നതും. താരം ഇപ്പോൾ ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും ഒപ്പം സന്തോഷത്തോടെ ജീവിക്കുകയാണ്. അഭിനയത്തിലേക്ക് തൽക്കാലം ഒരു തിരിച്ചുവരവ് താരം നടത്തുന്നില്ല എന്നാണ് അറിയുവാൻ കഴിയുന്നത്. ഒരുപക്ഷെ നല്ല കഥാപാത്രങ്ങൾ ലഭിച്ചാൽ താരത്തിൻ്റെ തിരിച്ചുവരവും നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ കുട്ടിക്കാലം മുതൽ തന്നെ അഭിനയത്തോട് താരത്തിന് നേരത്തെ തന്നെ താല്പര്യമുണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കലോത്സവ വേദികളിൽ സുമ സജീവ സാന്നിധ്യമായിരുന്നു. ആ സമയത്താണ് 7 ആർട്സ് ഫിലിം പ്രൊഡക്ഷനിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ അച്ഛൻ്റെ സുഹൃത്ത് വഴി സുമയ്ക്ക് അവസരം ലഭിക്കുന്നത്. അങ്ങനെ 3-ാം മുറ എന്ന ചിത്രത്തിലേക്ക് എത്തിപ്പെടുകയായിരുന്നു. പിന്നീട് മാലയോഗം, എൻ്റെ സൂര്യപുത്രയ്ക്ക്, കുട്ടേട്ടൻ എന്നീ ചിത്രങ്ങളിലെ വേഷങ്ങൾ വളരെയധികം ശ്രദ്ധ നേടി. എങ്കിലും സീരിയലുകളിലാണ് കൂടുതൽ അവസരങ്ങൾ താരത്തിന് ലഭിച്ചത്. ഏകദേശം 25ഓളം പരമ്പരകളിലും 55 ടെലിഫിലിംസിലും സുമ അഭിനയിച്ചിരുന്നു. 1990ന്റെ പകുതികളിൽ അഭിനയത്തിൽ നിന്നും താരം വിട്ടുനിന്നിരുന്നു. പിന്നീട് 2020 ശേഷമാണ് വളരെ കുറച്ച് കഥാപാത്രങ്ങളുമായി അഭിനയത്തിലേക്ക് താരം തിരിച്ചെത്തുന്നതും. ഇടയ്ക്ക് ഗ്ലാമർ വേഷങ്ങളിലൂടെ തിളങ്ങാൻ ശ്രമിച്ചെങ്കിലും ആ ശ്രമങ്ങളും വിഫലമാകുകയായിരുന്നു. ഈ അടുത്തിടെ ട്രാവൽ വ്ലോഗ്സുമായി താരം പ്രേക്ഷകർക്ക് മുൻപിൽ വീണ്ടും എത്തിയിരുന്നു. അപ്പോഴാണ് തങ്ങളുടെ പ്രിയപ്പെട്ട താരത്തെക്കുറിച്ച് ആരാധകർ വീണ്ടും ചിന്തിച്ചു തുടങ്ങിയത്. ഇപ്പോൾ സ്വന്തം കുടുംബത്തിലേക്ക് പുതിയൊരു അതിഥിയെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ് സുമയും ഭർത്താവും.